ഹായ് ഹലോ സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെക്കൻഡ് ചാപ്റ്റർ എല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി വിലയിരുത്താമെന്ന് പറയുന്ന ഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇനി ചോദ്യം പറച്ചിലൊന്നുമില്ല, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാണ്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്പീഡ് കുറച്ച് കൂടുതലാവാറുണ്ട്. അപ്പോൾ അത് കുട്ടികൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ഒരു സെറ്റിങ്സിൻ്റെ ബട്ടൺ റൈറ്റ് സൈഡിൽ കാണാറില്ലേ, അതിലൊന്ന് ടച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ പ്ലേ ബാക്ക് സ്പീഡ് എന്ന് പറഞ്ഞു വരും. അപ്പോൾ നിങ്ങളുടെ 1 ആയിട്ടായിരിക്കും എടുക്കണ്ടാവുക. അപ്പോൾ അതൊന്ന് കുറച്ചിട്ട് കാണാമെന്നുണ്ടെങ്കിൽ സ്പീഡ് ഇത്തിരി കുറവ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാവും. ചിലർ പറയാറുണ്ട് മനസ്സിലാവുന്നില്ല പറയുന്നത് എന്ന്, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ പ്രോബ്ലമാണ്. പ്രോബ്ലം ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കുറേ പേരുണ്ടാവും അല്ലേ, പക്ഷേ നമുക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. എ കാർ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് മൂവ്സ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ. നിശ്ചലാവസ്ഥയിൽ നിന്ന് ഒരു കാറ് സമത്വരണത്തോടെ ചലിക്കുന്നു. കാൽക്കുലേറ്റ് ദ ആക്സലറേഷൻ ഓഫ് ദ കാർ ഇഫ് ഇറ്റ് കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 200 മീറ്റർ ഇൻ 20 സെക്കൻഡ്. ചലനം ആരംഭിച്ച് 20 സെക്കൻഡ് കൊണ്ട് 200 മീറ്റർ ദൂരം എത്തിയെങ്കിൽ കാറിൻ്റെ ത്വരണം കണക്കാക്കുക. അപ്പോൾ ഇവിടെ ആക്സലറേഷൻ കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് ഒക്കെ എടുത്ത് എഴുതാം. ഇവിടെ യു എന്ന് പറയുന്നത് 0 ആണ്. അതായത് ആ ഒരു കാറ് നിശ്ചലാവസ്ഥയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്നത് 0 ആയിട്ട് എടുക്കാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 20 സെക്കൻഡ് കൊണ്ട് 200 മീറ്റർ ദൂരത്ത് കാർ എത്തിയെന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, ദൂരം തന്നിട്ടുണ്ട്. എസ് എന്ന് പറയുന്നത് 200 മീറ്റർ ആണ്. ടൈം പറഞ്ഞിട്ടുള്ളത് 20 സെക്കൻഡ് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ടി 20 സെക്കൻഡ് എടുക്കാം. അപ്പോൾ നമുക്കിവിടെ ആക്സിലറേഷൻ എ കണ്ടുപിടിക്കണം. ത്വരണം എ ആണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ. ഇവിടെ ഡിസ്റ്റൻസ് ദൂരം എസ് തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഇക്വേഷനാണ് എസ് = UT + ½ AT². എസ് എന്ന് പറയുന്നത് 200 = യു എന്ന് പറയുന്നത് 0. അതെ, ആദ്യ പ്രവേഗം 0 ആണ് അല്ലേ. യു 0 ആണ്. ഇൻറ്റു ടി എന്ന് പറയുന്നത് 20 ആണ്. അതിന് നമ്മൾ ബ്രാക്കറ്റിനുള്ളിൽ കൊടുത്തു. പ്ലസ് ½ ഇൻറ്റു എ ഇൻറ്റു ടി എന്ന് പറയുന്നത് 20 ആണ് അല്ലേ. അവിടെ ടി സ്ക്വയർ ആയതുകൊണ്ട് 20 × 20. അപ്പോൾ അതിലെ ഒരു 20ഉം ആ രണ്ടും കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ, അതായത് അംശത്തിൽ 10 വരും. അപ്പോൾ നമുക്ക് അംശത്തിൽ വരുന്നത് 10 × 20. 10 × 20 എന്ന് പറഞ്ഞാൽ 200 A ആണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 200 = 0 + 200A. നമുക്ക് A ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ A = 200/200 = 1 m/s². Next question. If an object starts from rest and moves with an acceleration of 2 m/s², what will be the velocity of the object after 10 seconds? നിശ്ചലാവസ്ഥയിൽ നിന്ന് നീങ്ങി തുടങ്ങുന്ന ഒരു വസ്തു 2 m/s ത്വരണത്തോടെ സഞ്ചരിക്കുന്നു എങ്കിൽ 10 സെക്കൻഡ് കഴിയുമ്പോൾ വസ്തുവിൻ്റെ പ്രവേഗം എത്രയായിരിക്കും? ഇനി ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കാം. നിശ്ചലാവസ്ഥയിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ വെലോസിറ്റി, ആദ്യ പ്രവേഗം യു എന്ന് പറയുന്നത് 0 ആണ്. പിന്നെ ഇവിടെ ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, ത്വരണം തന്നിട്ടുണ്ട് 2 m/s². സമയം ടി തന്നിട്ടുണ്ട് 10 സെക്കൻഡ് അല്ലേ. നമുക്ക് വി ആണ് കണ്ടുപിടിക്കാനുള്ളത്, അതായത് വെലോസിറ്റി, പ്രവേഗം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കൊന്ന് ചെയ്താലോ. യു = 0, എ = 2 m/s², ടി = 10 സെക്കൻഡ്. ഇക്വേഷൻ വരുന്നത് വി = യു + AT. ഇവിടെ യു എന്ന് പറയുന്നത് 0 ആണ്, പ്ലസ് എ എന്ന് പറയുന്നത് 2 ഇൻറ്റു ടി എന്ന് പറയുന്നത് 10 അല്ലേ. അപ്പോൾ ആദ്യത്തെ ഭാഗം 0 ആയിപ്പോയി. പ്ലസ് 2 × 10 20 m/s ആണ് ഇവിടുത്തെ വെലോസിറ്റി വരുന്നത്, പ്രവേഗം കിട്ടുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. 3 different graphs related to the motion of a vehicle are given below. ഒരു വാഹനത്തിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട 3 വ്യത്യസ്ത ഗ്രാഫുകൾ ചുവടെ നൽകിയിരിക്കുന്നു. അനലൈസ് ദ ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി മോഷൻ. ഗ്രാഫുകൾ വിശകലനം ചെയ്ത് ചലനത്തിൻ്റെ പ്രത്യേകതകൾ കണ്ടെത്തുക എന്ന്. ഇവിടെ തന്നിരിക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് പ്രവേഗ സമയ ഗ്രാഫാണ്, അതായത് വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഇവിടെ തന്നിട്ടുള്ളത്. എക്സ് ആക്സിസിൽ ടൈമാണ് തന്നിട്ടുള്ളത്, അതായത് എക്സ് അക്ഷത്തിൽ സമയവും വൈ ആക്സിസിൽ വെലോസിറ്റി പ്രവേഗമാണ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ നോക്കിയാൽ മനസ്സിലാവുന്നത് സമയം കൂടുന്നതിനനുസരിച്ചിട്ട് വെലോസിറ്റി കൂടിയാണ് വരുന്നത്. അതായത് ആ ഇൻക്ലൈൻഡ് ലൈൻ O എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും വരച്ചിട്ടുള്ള ആ ഒരു ചെരിഞ്ഞ വര മുകളിലേക്ക് കൂടിയാണ് പോകുന്നത്. ഇവിടെ ഞാൻ ടൈം 2, 4, 6, 8 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈ ആക്സിസിൽ പ്രവേഗം വെലോസിറ്റി 1, 2, 3, 4 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാഫിൽ വാല്യൂസ് അടയാളപ്പെടുത്തുമ്പോൾ എക്സ് ആക്സിസിൽ നിന്നും 2ഉം വൈ ആക്സിസിൽ നിന്നും 1 വരുന്നത് അല്ലേ. ഇനി എക്സ് ആക്സിസിൽ 4 വരുമ്പോൾ വൈ ആക്സിസിൽ 2 വരുന്നത്. അതേപോലെ എക്സ് ആക്സിസ് 6 വരുമ്പോൾ വൈ ആക്സിസിൽ 3 വരുന്നത്. അതുപോലെ
ടൈം 8 വരുമ്പോൾ പ്രവേഗം വെലോസിറ്റി 4 വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എന്താണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്? ടൈം കൂടുന്നതിനനുസരിച്ചിട്ട് വെലോസിറ്റി കൂടിയാണ് വരുന്നത്. അതായത് പ്രവേഗം കൂടി വരികയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ചെരിഞ്ഞിട്ടുള്ള ഒരു വരയാണ് അല്ലേ, ഒരു ഇൻക്ലൈൻഡ് ലൈനാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇവിടെയുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് യൂണിഫോം ആണ്. അതായത് പ്രവേഗം ഇവിടെ പ്രവേഗമെന്ന് പറയാം. രണ്ടാമത്തെ ഗ്രാഫ് നോക്കുമ്പോൾ ടൈം കൂടിയാണ് വരുന്നത് അല്ലേ, പ്രവേഗം കുറഞ്ഞാണ് വരുന്നത്. പ്രവേഗം എന്ന് പറയുന്നത് വെലോസിറ്റി ഇവിടെ കുറഞ്ഞാണ് വരുന്നത് അല്ലേ. വെലോസിറ്റി കുറവ് വരാമെന്ന് പറയാൻ എന്താ, നെഗറ്റീവ് ആക്സലറേഷനാണ് അല്ലേ. അതായത് നെഗറ്റീവ് ത്വരണമാണ് വരുന്നത്. നെഗറ്റീവ് ത്വരണത്തെ പറയുന്ന പേരാണെന്ത്, മന്ദീകരണം അഥവാ റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് റിട്ടാർഡേഷനാണ്, മന്ദീകരണമാണ്. ഇനി മൂന്നാമത്തെ ഗ്രാഫിലാണെന്നുണ്ടെങ്കിലോ നോൺ യൂണിഫോം വെലോസിറ്റിയാണ് അല്ലേ. അതായത് ഇവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെ പറയുന്നത് എന്താ, പ്രവേഗമാണ്. അതായത് പ്രവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് 3 ഗ്രാഫും തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് എഴുതണ്ടേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഗ്രാഫിൻ്റെ എഴുതാം. ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ആൻ ഇൻക്ലൈൻഡ് സ്ട്രേറ്റ് ലൈൻ മൂവിങ് അപ്വേർഡ്സ്. ഇറ്റ് ഷോസ് ദാറ്റ് ദ വെലോസിറ്റി ഇൻക്രീസസ് വിത്ത് ടൈം. ഇറ്റ് ഹാസ് യൂണിഫോം ആക്സലറേഷൻ. പ്രവേഗ സമയ ഗ്രാഫിൽ മുകളിലേക്ക് ക്രമമായി വർദ്ധിക്കുന്ന നേർരേഖയാണ്. ഇവിടെ സമയം കൂടുന്നതിനനുസരിച്ച് പ്രവേഗം കൂടി വരുന്നു. അതിനാൽ വസ്തുവിന് സമത്വരണമാണ്. രണ്ടാമത്തെ ഗ്രാഫ് നോക്കാം. ഇറ്റ് ഈസ് ആൻ ഇൻക്ലൈൻഡ് സ്ട്രേറ്റ് ലൈൻ മൂവിങ് ഡൗൺവേർഡ്സ്. ഇറ്റ് ഷോസ് ദാറ്റ് വെലോസിറ്റി ഡിക്രീസസ് വിത്ത് ടൈം. ഇറ്റ് ഹാസ് റിട്ടാർഡേഷൻ. പ്രവേഗ സമയ ഗ്രാഫിൽ താഴേക്ക് പോകുന്ന നേർരേഖയാണ്. സമയം കൂടുന്നതിനനുസരിച്ച് പ്രവേഗം കുറയുന്നു. അതിനാൽ വസ്തുവിന് മന്ദീകരണമാണ്. മൂന്നാമത്തെ ഗ്രാഫിൻ്റെ നമുക്ക് എഴുതാം. ഗ്രാഫ് ഈസ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ. വെലോസിറ്റി ചേഞ്ചസ് വിത്ത് ടൈം ബട്ട് ദ ബോഡി ഹാസ് നോൺ യൂണിഫോം ആക്സലറേഷൻ. ഗ്രാഫ് നേർരേഖയിലല്ലാത്തതിനാൽ വസ്തു അസമപ്രവേഗത്തിലാണ്. വസ്തു സമത്വരണത്തിലല്ല. ഇതാണ് 3 ഗ്രാഫിൻ്റെയും പ്രത്യേകത. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Graph related to the motion of car A and car B is given. കാർ എ, കാർ ബി ഇവയുടെ സഞ്ചാരത്തിൻ്റെ ഗ്രാഫ് തന്നിരിക്കുന്നു. വിച്ച് കാർ ഹാസ് മോർ ആക്സിലറേഷൻ? വൈ? ഏത് കാറിനാണ് ത്വരണം കൂടുതൽ? എന്തുകൊണ്ട്? രണ്ടാമത്തെ പറഞ്ഞിട്ടുള്ളത് ബി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് റീഡ്രോ ദ ഗ്രാഫ് ബൈ ചേഞ്ചിങ് ദ സ്കെയിൽ ആൻഡ് കമ്പയർ ദ ഗ്രാഫ്സ്. തോത് മാറ്റി വരച്ച് ഗ്രാഫുകൾ താരതമ്യം ചെയ്യുക. തന്നിരിക്കുന്ന ഗ്രാഫിൽ നിന്ന് നമുക്ക് ആക്സലറേഷൻ കണ്ടുപിടിക്കണം അല്ലെ, കാറിൻ്റെ ത്വരണം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിവിടെ നോക്കാം എന്തൊക്കെ അളവുകളാണ് തന്നിട്ടുള്ളതെന്ന്. തന്നിരിക്കുന്ന ഈ ഒരു ഗ്രാഫിൽ ഈ ഒരു കാറിൻ്റെ ആദ്യ പ്രവേഗം, അതായത് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഇപ്പോൾ കാർ എ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ എക്സ് ആക്സിസിൽ, അതായത് എക്സ് അക്ഷത്തിൽ സമയമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ 5 എന്ന് പറയുന്ന ആ ഒരു സമയത്തുള്ള പ്രവേഗം എന്ന് പറയുന്നത് 0 ആണ്, അതായത് വെലോസിറ്റി 0 ആണ്. അതുപോലെ തന്നെ കാർ ബിയിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് 3 നിന്നാണ് അല്ലേ. സമയം 3 നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ പ്രവേഗം വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഇനി അതിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 2 കാറിൻ്റെയും വന്നിരിക്കുന്നത് ടൈം 7 ആവുന്ന സമയത്ത് ആ ഒരു ഡോട്ടഡ് ലൈൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് വൈ ആക്സിസിലെ 5 എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ ചെന്നിട്ടാണ് കൂട്ടിമുട്ടുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലാവും കാറിൻ്റെ 2 കാറിൻ്റെയും ഫൈനൽ വെലോസിറ്റി, അതായത് അന്ത്യപ്രവേഗം ബി എന്ന് പറയുന്നത് 0 ആണ്. ഇനി ഇവിടെ ടൈമുകളാണ് എക്സ് ആക്സിസിൽ തന്നിരിക്കുന്നത്. ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് യുവും വിയും കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ടൈമാണ് അല്ലേ. അപ്പോൾ നമുക്ക് കാർ എയുടെ ടൈം നോക്കാം. അവിടെ സ്റ്റാർട്ടിങ് വന്നിരിക്കുന്നത് എത്രയാണ്? 5 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് 7ാമത്തെ പോയിന്റിലാണ് അവിടെ അവസാനിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ 7 - 5 2 സെക്കൻഡാണ് കാർ എയുടെ ടൈം തന്നിട്ടുള്ളത്. ഇനി നമുക്ക് കാർ ബിയുടെ ടൈം നോക്കാം. ഇവിടെ കാർ ബിയുടെ ടൈം 3 നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ 7ലാണ് അല്ലേ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 7 - 3 എടുക്കുമ്പോൾ 4 സെക്കൻഡാണ് കാർ ബിയുടെ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് യു കിട്ടി, വി കിട്ടി, ടൈമും കിട്ടി. ഇനി നമുക്ക് ആക്സലറേഷൻ കണ്ടുപിടിക്കാമല്ലോ, ത്വരണം കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. കാർ എയുടെ ആക്സലറേഷൻ നോക്കാം. ത്വരണമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. യു എന്ന് പറയുന്നത് 0 ആണ് അല്ലേ, ആദ്യ പ്രവേഗം, അതായത് ഇനീഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്നത് 0 ആണ്. ഫൈനൽ വെലോസിറ്റി അന്ത്യപ്രവേഗം വി എന്ന് പറയുന്നത് 5 മീറ്റർ/സെക്കൻഡ് ആണ്. ടൈം 2 സെക്കൻഡാണ് കിട്ടുന്നത്, അതായത് 7 - 5 = 2. ഇക്വേഷൻ വരുന്നത് എ = വി - u/t. വി എന്ന് പറയുന്നത് 5 മൈനസ് യു എന്ന് പറയുന്നത് 0 ഡിവൈഡഡ് ബൈ ടി എന്ന് പറയുന്നത് 2 അല്ലേ. അപ്പോൾ 5/2 ആണ് കിട്ടുന്നത്. 5നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 2.5
m/s² ആണ് കാർ എയുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. കാർ ബിയുടെ ത്വരണം കണ്ടുപിടിക്കാം. u എന്ന് പറയുന്നത് 0 ആണ്, v = 5, t എന്ന് പറയുന്നത് 7 - 3 = 4 സെക്കൻഡ്. അപ്പോൾ a = v - u/t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ v എന്ന് പറയുന്നത് 5 മൈനസ് u എന്ന് പറയുന്നത് 0 ഡിവൈഡഡ് ബൈ 4. 5/4 ഡിവൈഡ് ചെയ്യുമ്പോൾ 1.5 m/s² ആണ് കാർ ബിയുടെ ആക്സിലറേഷൻ കിട്ടുന്നത്. ഏത് കാറിനാണ് കൂടുതൽ ആക്സിലറേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂസ് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാവും കൂടുതൽ ആക്സിലറേഷൻ കാർ എക്കാണ്, അതായത് ത്വരണം കൂടുതൽ കാർ എക്കാണ്. ബി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ തോത് മാറ്റിയിട്ട് ഗ്രാഫ് വേറെ വരയ്ക്കാൻ, അതായത് സ്കെയിൽ മാറ്റിയിട്ട് ഗ്രാഫ് വേറെ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ വരേണ്ടതെന്ന് നോക്കാം. സ്കെയിൽ നമുക്ക് എഴുതാം. എക്സ് ആക്സിസിൽ 1 cm = 2 സെക്കൻഡ്, വൈ ആക്സിസിൽ 1 cm = 2 m/s എഴുതാം. അതായത് എക്സ് അക്ഷത്തിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 2 സെക്കൻഡും വൈ അക്ഷത്തിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 2 m/s ആയിട്ട് എടുക്കാം. ഗ്രാഫ് ഇതുപോലെ ആയിരിക്കും വരുന്നത് കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ചൈൽഡ് റൺസ് അലോങ് എ സർക്കുലർ പാത്ത് ഓഫ് സർക്കംഫറൻസ് 440 മീറ്റർ അറ്റ് എ കോൺസ്റ്റൻറ്റ് സ്പീഡ്. ഒരു കുട്ടി 440 മീറ്റർ ചുറ്റളവുള്ള വൃത്തപാതയിൽ കൂടി സമവേഗത്തിൽ ഓടുന്നു. ദ റേഡിയസ് ഓഫ് ദ സർക്കുലർ പാത്ത് ഈസ് 70 മീറ്റർ. വൃത്തപാതയുടെ ആരം 70 മീറ്റർ ആണ്. ദ ടൈം ടേക്കൺ ടു റൺ ഫ്രം എ ആൻഡ് റീച്ച് എ ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ത്രൂ ബി ഈസ് 80 സെക്കൻഡ്. എയിൽ നിന്ന് ബിയിലൂടെ തിരികെ എയിൽ ഓടിയെത്താനെടുക്കുന്ന സമയം 80 സെക്കൻഡാണ്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ് ആൻഡ് വെലോസിറ്റി ഇൻ ഈച്ച് കേസ് ഇൻ ദ ടേബിൾ. പട്ടികയിൽ നൽകിയ ഓരോ സന്ദർഭത്തിലും ഉള്ള ദൂരം, സ്ഥാനാന്തരം, വേഗം, പ്രവേഗം ഇവ കണ്ടെത്തുക. ക്വസ്റ്റ്യനിൽ ഇവിടെ തന്നിട്ടുള്ള ആ ഒരു വൃത്തപാതയുടെ ആ ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ റേഡിയസും തന്നിട്ടുണ്ട് അല്ലേ. സർക്കംഫറൻസ് 440 ആണ്, റേഡിയസ് 70 ആണ്. ആ ഒരു വൃത്തപാതയുടെ ചുറ്റളവ് 440 മീറ്ററും ആരം 70 മീറ്ററുമാണ് അല്ലേ. അപ്പോൾ ആ കുട്ടി എയിൽ നിന്നാണ് ഓടാൻ തുടങ്ങുന്നത് അല്ലേ. എയിലൂടെ ഓടി ബി വഴി വീണ്ടും എയിൽ തിരിച്ചെത്താണ് ചെയ്യുന്നത്. അതിന് 80 സെക്കൻഡ് സമയം എടുത്തു എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ കുട്ടി ഒരേ സ്പീഡിലാണ് ഓടുന്നത് അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ താഴെ പറഞ്ഞിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നിരിക്കുന്ന സിറ്റുവേഷൻ വെൻ ഇറ്റ് റീച്ചസ് ബി, ബിയിൽ എത്തുമ്പോൾ. അപ്പോൾ എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. അപ്പോൾ എയിൽ നിന്നും തുടങ്ങിയിട്ട് ബിയിൽ എത്തിച്ചേരാൻ, അതായത് ഒരു സർക്കിളിൻ്റെ പകുതിയെ യാത്ര തിരിച്ചിട്ടുള്ളൂ അല്ലേ, പകുതിയിലേക്ക് എത്തിയിട്ടുള്ളൂ ആ കുട്ടി. അപ്പോൾ അവിടെ വരുന്ന ദൂരം എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും? ആകെ 440 ആണ് ആ ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. സർക്കംഫറൻസ് എന്ന് പറയുന്നത് 440 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ കുട്ടി പകുതിയെ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഡിസ്റ്റൻസ് 440ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 220 മീറ്റർ ആണ്. അടുത്ത കോളം തന്നിരിക്കുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, സ്ഥാനാന്തരമാണ് അല്ലേ. സ്ഥാനാന്തരം എന്ന് പറയുന്നത് എന്താ? സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്, അതായത് എയിൽ നിന്നും ബി വരെയുള്ള ആ ഡിസ്റ്റൻസ്. ഇവിടെ ആരം തന്നിട്ടുണ്ടായിരുന്നു 70 അല്ലേ, റേഡിയസ് 70 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബി വരെയുള്ള ആ ഒരു ലൈനാണ് എന്ത് റേഡിയസ് ആയിട്ട് നമ്മൾ എടുക്കാറ് അല്ലേ, ആരായിട്ട് എടുക്കാറ്. അത് 70 തന്നിട്ടുള്ളത്. നമുക്ക് എയിൽ നിന്നും ബി വരെയുള്ളത് വേണം. അപ്പോൾ 70 + 70 140 ആണ് ഇവിടെ വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന പിക്ചറും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എ മുതൽ ബി വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 140 ആണ്. അതായത് ആ ഒരു വൃത്തത്തിൻ്റെ ആരം റേഡിയസ് 70 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒ മുതൽ ബി വരെയാണ് 70. അതുപോലെ തന്നെ ഒ മുതൽ എ വരെയും 70 തന്നെ ആയിരിക്കില്ലേ. അതായത് അതിൻ്റെ ഡയാമീറ്റർ വ്യാസം എന്ന് പറയുന്നത് അപ്പോൾ 140 ആണ്. അതാണ് നമ്മളുടെ ഡിസ്പ്ലേസ്മെൻറ്റ്, സ്ഥാനാന്തരം എന്ന് പറയുന്നത് അല്ലേ. എ മുതൽ ബി വരെയുള്ള ആ 2 പോയിന്റുകൾ തമ്മിലുള്ള നേരേഖ ദൂരത്തെയാണ് സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അതാണ് 140. അടുത്തത് കണ്ടുപിടിക്കാനുള്ളത് ദൂരമാണ്, ഡിസ്റ്റൻസ് ആണ് അല്ലേ. എയിൽ നിന്നും ബി വരെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് 220 മീറ്റർ ആണ് എടുക്കുന്നത്. അതായത് മൊത്തം സർക്കംഫറൻസ് എന്ന് പറയുന്നത്, അതായത് മൊത്തം ചുറ്റളവ് എന്ന് പറയുന്നത് 440 ആണ്. അതിൻ്റെ പകുതിയെ കുട്ടി ഓടിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആ അത്രയും ദൂരത്തെ 220 ആയിട്ട് നമ്മൾ എടുക്കുന്നത്. 440/2 220. ഓക്കെ അല്ലേ. ഇനി ആ ഒരു വൃത്തം മൊത്തം സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് 80 സെക്കൻഡാണ് എടുക്കുന്നത്. ആ കുട്ടി അതിൻ്റെ പകുതിയല്ലേ സഞ്ചരിച്ചിട്ടുള്ളൂ എ മുതൽ ബി വരെ. അപ്പോൾ 80ൻ്റെ പകുതി 40 സെക്കൻഡ്. മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ. ഇവിടെ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് എയിൽ നിന്നും ബിയിലെത്തി, ബിയിൽ നിന്നും
വീണ്ടും എയിലെത്താൻ വേണ്ടിയിട്ടുള്ള സമയമാണ് 80 സെക്കൻഡ്. എയിൽ നിന്നും ബിയിലെത്താനുള്ള സമയം എന്ന് പറയുന്നത് 80/2 40 സെക്കൻഡാണ്. ഇനി ഡിസ്റ്റൻസിൻ്റെ കാര്യം നമുക്ക് നോക്കാം. എയിൽ നിന്നും ബി വഴി എയിൽ വീണ്ടും തിരിച്ചെത്താനുള്ള ആകെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 440 മീറ്റർ ആണ്. എയിൽ നിന്നും ബിയിലെത്താനുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 440/2 220 ആണ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇവിടെ സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പാട്ടുണ്ട്, വേഗത കണ്ടുപിടിക്കണം. അതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലേ, ദൂരം ബൈ സമയമാണ്. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 220 ബൈ ടൈം എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ 220/40, മുകളിലത്തെ 0യും താഴത്തെ 0യും ക്യാൻസൽ ചെയ്യുമ്പോൾ 22/4 കിട്ടും. 22നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 5.5 ആണ് സ്പീഡ് കിട്ടുന്നത്. ഇനി അടുത്തത് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പാട്ടുണ്ട്, പ്രവേഗം. ഇക്വേഷൻ വരുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്, അതായത് സ്ഥാനാന്തരം ബൈ സമയം. ഇവിടെ സ്ഥാനാന്തരം എന്ന് പറയുന്നത്, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്, അത് 140 ആണ്. ടൈം എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ 140/40 3.5 ആണ് കിട്ടുന്ന ആൻസർ. അടുത്തത് നമുക്ക് കാണാനുള്ളത് വെൻ ഇറ്റ് റീച്ചസ് എയിലെത്തുമ്പോൾ ഉള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ദൂരം എന്ന് പറയുന്നത് 440 മീറ്റർ ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് സ്ഥാനാന്തരം എന്ന് പറയുന്നത് 0 ആണ്, അതായത് എയിൽ നിന്ന് തുടങ്ങി വീണ്ടും എയിലേക്ക് തിരിച്ചെത്താണ് അല്ലേ. അപ്പോൾ അവിടെ സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഇല്ലല്ലോ, എവിടെയാണോ തുടങ്ങിയത് അവിടെ അവസാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 0 ആണ്. ഇനി ടൈം എന്ന് പറയുന്നത് 80 സെക്കൻഡ്. സ്പീഡ് വേഗത = സഞ്ചരിച്ച ദൂരം ബൈ സമയമാണ് അല്ലേ, അതായത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. 440/80, 0 ക്യാൻസൽ ചെയ്ത് പോകും. 4/8 എന്ന് പറയുന്നത് 5.5 ആണ്. ഇനി വെലോസിറ്റി, പ്രവേഗം കണ്ടുപിടിക്കണം. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്, അതായത് പ്രവേഗം എന്ന് പറയുന്നത് സ്ഥാനാന്തരം ബൈ സമയമാണ്. ഇവിടെ സ്ഥാനാന്തരം 0 ആണ്, ടൈം 80 ആണ്. അപ്പോൾ എന്ത് വരും? 0 വരും. കിട്ടിയ വാല്യൂസൊക്കെ നമുക്ക് ടേബിളിലേക്ക് ഒന്ന് എഴുതാം. അപ്പോൾ ഇനി ഞാൻ ഇതൊന്നും വിവരിക്കൊന്നും വേണ്ടല്ലോ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എ ട്രെയിൻ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് അറ്റൈൻസ് എ സ്പീഡ് ഓഫ് 72 km/h in 5 minutes. നിശ്ചലാവസ്ഥയിൽ നിന്നും പുറപ്പെട്ട ഒരു ട്രെയിനിൻ്റെ പ്രവേഗം 5 മിനിറ്റ് കൊണ്ട് 72 km/h ആകുന്നു. ഫൈൻഡ് ദി ആക്സലറേഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ട്രെയിൻ. ട്രെയിനിൻ്റെ ത്വരണവും ഈ സമയം കൊണ്ട് ട്രെയിനിനുണ്ടായ സ്ഥാനാന്തരവും കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം. ഇവിടെ 72 km/h എന്ന് പറയുന്നത് സ്പീഡാണ്, വേഗത തന്നിട്ടുണ്ട് അല്ലേ, km/h ആണ്. അപ്പോൾ നമുക്ക് അതിനെ മീറ്റർ/സെക്കൻഡിലേക്ക് ആക്കണം. അതിനുവേണ്ടി എന്താ ചെയ്യുക? 5/18 കൊണ്ട് ഗുണിക്കണം അല്ലേ. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് 5 മിനിറ്റ് ആണ്, മിനിറ്റിന് നമുക്ക് സെക്കൻഡിലേക്ക് ആക്കണം. അപ്പോൾ എന്ത് വേണം? × ചെയ്യണം അല്ലേ. പിന്നെ ഇവിടെ വേറെ എന്താ തന്നിട്ടുള്ളത്? നിശ്ചലാവസ്ഥയിൽ നിന്നാണ് ട്രെയിൻ യാത്ര ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ പ്രവേഗം, അതായത് ഇനീഷ്യൽ വെലോസിറ്റി u എന്ന് പറയുന്നത് 0 ആണ്. ആദ്യ പ്രവേഗം u എന്ന് പറയുന്നത് 0, ഇനീഷ്യൽ വെലോസിറ്റി u = 0. v = 72 km/h. km/hനെ മീറ്റർ/സെക്കൻഡ് ആക്കാൻ വേണ്ടിയിട്ട് 5/18 കൊണ്ട് ഗുണിക്കണം. അതായത് 72 × 5/18. 72 × 5 എന്ന് പറയുന്നത് 360 ആണ്. 360നെ 18 കൊണ്ട് ഹരിക്കുമ്പോൾ 20 മീറ്റർ/സെക്കൻഡ് ആണ് v കിട്ടുന്നത്. t എന്ന് പറയുന്നത് 5 മിനിറ്റ് ആണ്, മിനിറ്റിനെ സെക്കൻഡിലേക്കാക്കി മാറ്റണം. 5 × 60 300 സെക്കൻഡ് വരും. ഇനി നമുക്കിവിടെ a കണ്ടുപിടിക്കണം. a = v - u/t. v എന്ന് പറയുന്നത് 20 മൈനസ് u എന്ന് പറയുന്നത് 0 ഡിവൈഡ് ബൈ ടൈം എന്ന് പറയുന്നത് 300 ആണ്. അപ്പോൾ 20/300 വരുമ്പോൾ ഓരോ സീറോസ് ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ വരുന്നത് 2/30 ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് 1/15 ആണ്. അപ്പോൾ നമുക്ക് a കിട്ടി 1/15. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് s ആണ്. s = ut + ½ at². u എന്ന് പറയുന്നത് 0 ആണ്, 0 × t എന്ന് പറയുന്നത് 300. 0 × 300 എന്ന് പറയുമ്പോൾ അത് 0 ആയിട്ട് വരും. പ്ലസ് ½ × a എന്ന് പറയുന്നത് 1/15 ആണ്, ഇൻറ്റു t² ആണ്. t എന്ന് പറയുന്നത് 300 ആണല്ലോ, 300 × 300. ഇനി നമുക്ക് വെട്ടിക്കളയാനുള്ളതൊക്കെ വെട്ടിക്കളയാം. 2 300-ൽ 150 പ്രാവശ്യം, 15 300-ൽ 20 പ്രാവശ്യം പോകും. അപ്പോൾ നമുക്ക് 0 + 20 × 150 വരും. അപ്പോൾ 20 × 150 എന്ന് പറഞ്ഞാൽ 3000 മീറ്റർ ആണ് s കിട്ടുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസ് ദ ടേബിൾ 2.10 ആൻഡ് ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇവിടെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. എക്സ് ആക്സിസും വൈ ആക്സിസും തന്നിട്ടുണ്ട്. എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ വെലോസിറ്റിയാണ് തന്നിരിക്കുന്നത്. വെലോസിറ്റി എന്ന് പറയുന്നത് പ്രവേഗമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഗ്രാഫ് വരയ്ക്കാം, അതിന് ശേഷം അതിന് താഴെയുള്ള ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാം.
ഗ്രാഫ് വരയ്ക്കുമ്പോൾ സ്കെയിൽ എഴുതണം, അതായത് തോത് എഴുതണം. അവിടെ എക്സ് ആക്സിസിൽ 1 സെൻറ്റിമീറ്ററിന് 2 സെക്കൻഡ് വെച്ചാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ടൈമാണ് എക്സ് ആക്സിസിൽ എടുത്തിരിക്കുന്നത്. വൈ ആക്സിസിൽ വെലോസിറ്റി പ്രവേഗമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വൈ ആക്സിസിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി വാല്യൂസ് ഒക്കെ അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എക്സ് ആക്സിസിൽ 0ന് നേരെ മുകളിൽ നിന്ന് 10 അടയാളപ്പെടുത്തണം, അല്ലേ? 0ൽ നിന്ന് 10 അടയാളപ്പെടുത്താം. അതിനുശേഷം എക്സ് ആക്സിസിൽ 2ൻ്റെ നേരെ മുകളിൽ 15 അടയാളപ്പെടുത്താം. അതിനുശേഷം 4ന് 20, അതേപോലെ 6ന് 20, 8ന് 20, 10ന് 15. ഇനി അടയാളപ്പെടുത്തിയിട്ടുള്ള പോയിന്റുകളെല്ലാം യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതിന് താഴെയുള്ള ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാം. First question, from the graph, find the time interval during which there is no acceleration. ഗ്രാഫിൽ നിന്നും ത്വരണമില്ലാത്ത സമയ ഇടവേള കണ്ടെത്തുക എന്ന്. അപ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും, അല്ലേ? ഇവിടെ 4, 6, 8 ഈ 3 പോയിന്റിന് വന്നിരിക്കുന്ന വാല്യൂസ് സെയിം ആണ്, അല്ലേ? 20, 20 ഇതായിട്ടാണ് വന്നിട്ടുള്ളത്. 4 മുതൽ 8 വരെയുള്ള പോയിന്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വെലോസിറ്റി അവിടെ കോൺസ്റ്റൻ്റ് ആണ്, അല്ലേ? വെലോസിറ്റിയിൽ അവിടെ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. അതായത് പ്രവേഗത്തിൽ മാറ്റമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് ത്വരണം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അതായത് ത്വരണം എന്ന് പറയുന്നത് എന്താ? പ്രവേഗമാറ്റം ബൈ സമയമാണ്, അല്ലേ? വെലോസിറ്റി ചേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ നിന്നും എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? ആക്സിലറേഷൻ പറ്റുള്ളൂ. അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വെലോസിറ്റിയിൽ ചേഞ്ച് ഒന്നും ഇല്ല. അതായത് ഇവിടെ യുവും വിയും 20 അല്ലേ? അപ്പോൾ യു മൈനസ് വി ബൈ ടി ആണ് എ എന്ന് പറയുന്നത്. അതായത് 20 മൈനസ് 20 0 അല്ലേ വരാം? 0/4 മുതൽ 8 വരെ, അല്ലേ? അപ്പോൾ ടൈം എന്ന് പറയുന്നത് 4 തന്നെ വരും. അതായത് 0/4 എന്ന് പറഞ്ഞാൽ എന്താ? 0 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ആ ഒരു ഭാഗത്ത് 4 മുതൽ 8 വരെയുള്ള ഒരു ഭാഗത്ത് ആക്സിലറേഷൻ ഇല്ല എന്ന് മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ദ ടൈം ഇൻ്റർവൽ ഡ്യൂറിങ് വിച്ച് ഡിസലറേഷൻ ഒക്കേഴ്സ്. മന്ദീകരണമുള്ള സമയ ഇടവേള കണ്ടെത്തുക. അപ്പോൾ നമുക്ക് ഗ്രാഫിൽ നിന്നും റിട്ടാർഡേഷനിലുള്ള ആ പോയിന്റ് കണ്ടുപിടിക്കണം. ടൈം ഇൻ്റർവൽ ഏതാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം. മന്ദീകരണം എന്ന് പറഞ്ഞിട്ടുള്ളത് നെഗറ്റീവ് ത്വരണത്തെയാണ് മന്ദീകരണം എന്ന് പറയുന്നത്, അല്ലേ? നെഗറ്റീവ് ആക്സിലറേഷനെയാണ് റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് 8 മുതൽ 10 വരെയുള്ള സെക്കൻഡിലാണ് റിട്ടാർഡേഷൻ വരുന്നത്. ഗ്രാഫിൻ്റെ വാല്യൂ താഴത്തേക്കാണ് വരുന്നതെങ്കിൽ അത് നെഗറ്റീവ് ആക്സിലറേഷനെയാണ് സൂചിപ്പിക്കുന്നത്. നെഗറ്റീവ് ത്വരണത്തെ സൂചിപ്പിക്കുന്നതാണ് ഗ്രാഫിലെ താഴേക്കുള്ള വര. കേട്ടല്ലോ? അത് കുറഞ്ഞു വരാം, അത് നെഗറ്റീവ് ആക്സിലറേഷൻ ആയിരിക്കും. ആദ്യത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് 4 സെക്കൻഡ് മുതൽ 8 സെക്കൻഡ് വരെയും, അതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് 8 സെക്കൻഡ് മുതൽ 10 സെക്കൻഡ് വരെയാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ബിറ്റ്വീൻ ദ 4th സെക്കൻഡ് ആൻഡ് 8th സെക്കൻഡ്. 4ാമത്തെ സെക്കൻഡിനും 8ാമത്തെ സെക്കൻഡിനും ഇടയിലുള്ള സ്ഥാനാന്തരം കണ്ടെത്തുക. ഡിസ്പ്ലേസ്മെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. സ്ഥാനാന്തരം സിക്കൽ ടു പ്രവേഗം ഇൻറ്റു സമയം. അപ്പോൾ 4ാമത്തെ സെക്കൻഡിലെ പ്രവേഗം എന്ന് പറയുന്നത് 20 ആണ്. അതുപോലെ സമയം നമുക്ക് വരുന്നത് 8 മൈനസ് 4 സെക്കൻഡാണ് വരുന്നത്, അല്ലേ? അപ്പോൾ 20 ഇൻറ്റു 4 സിക്കൽ ടു 80 മീറ്ററാണ് സ്ഥാനാന്തരം വരുന്നത്, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ABCD എന്ന് പറഞ്ഞ് ഇവിടെ കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഏരിയ എന്ന് പറയുമ്പോൾ AB ഇൻറ്റു AD വരും. ABCDയുടെ പരപ്പളവ് സീക്വൽ ടു AB ഇൻറ്റു AD. അപ്പോൾ 20 ഇൻറ്റു 4 സീക്വൽ ടു 80 മീറ്റർ കിട്ടും. 8ാമത്തെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഗ്രാഫിൽ നിന്നുള്ള ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡസ് ദ ഒബ്ജക്റ്റ് ഹാവ് യൂണിഫോം ആക്സിലറേഷൻ. ഏത് ഗ്രാഫിലെ വസ്തുവിനാണ് സമത്വരണം ഉള്ളതെന്ന്. അപ്പോൾ യൂണിഫോം ആക്സിലറേഷൻ തന്നിരിക്കുന്ന ഗ്രാഫിൽ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഗ്രാഫ് നോക്കുമ്പോൾ അതിൽ വെലോസിറ്റി എന്ന് പറയുന്നത്, പ്രവേഗം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണല്ലേ? ഒരേ വാല്യൂ ആയതുകൊണ്ടാണ് അതൊരു നേർരേഖ പോലെ വന്നത്. അപ്പോൾ അവിടെ പ്രവേഗ മാറ്റം വന്നിട്ടില്ല, അല്ലേ? വെലോസിറ്റിയിൽ ചേഞ്ച് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കവിടെ ആക്സിലറേഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. രണ്ടാമത്തെ ഗ്രാഫ് നോക്കാം. രണ്ടാമത്തെ ഗ്രാഫിൽ വരുന്നത് പ്രവേഗം കൂടിയാണ് വരുന്നത്, അല്ലേ? സമയം കൂടുന്നതിനനുസരിച്ചിട്ട് പ്രവേഗവും കൂടി വരുന്നത്. അപ്പോൾ നമുക്ക് പറയാം ആ ഒരു വസ്തുവിന് എന്തുണ്ടെന്ന് പറയാം? യൂണിഫോം ആക്സിലറേഷൻ ഉണ്ടെന്ന് പറയാം, സമത്വരണം ഉണ്ടെന്ന് പറയാം. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഗ്രാഫും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. മൂന്നാമത്തെ ഗ്രാഫിൽ ആദ്യം കൂടി വരുന്നുണ്ടെങ്കിലും പിന്നീട് കുറയുന്നുണ്ട്, അല്ലേ? അതുകൊണ്ട് തന്നെ അവിടെ ഒരു സമത്വരണം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ നമുക്കിവിടെ രണ്ടാമത്തെ ഗ്രാഫിലുള്ള വസ്തുവിനാണ് യൂണിഫോം ആക്സിലറേഷൻ ഉള്ളത്, സമത്വരണം ഉള്ളത് കേട്ടോ. ബി ക്വസ്റ്റ്യൻ നോക്കാം. ഡസ് ദ ഒബ്ജക്റ്റ് ഹാവ് യൂണിഫോം വെലോസിറ്റി. സമപ്രവേഗമുള്ളത് ഏത് ഗ്രാഫിനാണെന്ന്. ആദ്യത്തെ ഗ്രാഫിൽ നോക്കുമ്പോൾ സമയം മാറുന്നതിനനുസരിച്ചിട്ട് പ്രവേഗം വെലോസിറ്റി ഒരേപോലെയാണ് പോകുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ പറയാം എന്താ? സമപ്രവേഗമാണെന്ന് പറയാം, യൂണിഫോം വെലോസിറ്റി ആണെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഒന്നാമത്തെ ഗ്രാഫാണ്. ഇനി നമുക്ക് അടുത്ത് ചെക്ക് ചെയ്യണ്ടല്ലോ. സി ക്വസ്റ്റ്യൻ നോക്കാം. ഡസ് ദ ഒബ്ജക്റ്റ് ഹാവ് ആക്സിലറേഷൻ ആൻഡ് ഡിസലറേഷൻ. ത്വരണവും മന്ദീകരണവും ഉള്ളത് ഏത് ഗ്രാഫാണെന്ന് നമുക്ക് നോക്കാം. മന്ദീകരണം വരണമെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ത്വരണം വരണം, അല്ലേ? നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്
ഡിസലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മൂന്നാമത്തെ ഗ്രാഫിൽ മാത്രമേ ഇങ്ങനെ കൂടി കൂടി വന്നിട്ട് വീണ്ടും കുറഞ്ഞു വരുന്നതുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് പറയാം അതിൻ്റെ ആൻസർ ഉണ്ട് മൂന്നാമത്തെ ഗ്രാഫാണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ഈസ് ഗിവൺ. അതായത് ഒരു വസ്തുവിൻ്റെ നേർരേഖ ചലനവുമായി ബന്ധപ്പെട്ട പ്രവേഗ സമയ ഗ്രാഫാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രാഫിൽ ഏതവസരത്തിലാണ് വസ്തുവിന് ത്വരണമുള്ളതെന്ന്, ആക്സലറേഷൻ ഉള്ളത് എപ്പോഴാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നിന്ന് കണ്ടുപിടിച്ചാൽ മതി 0 മുതൽ a വരെ അല്ലേ. 0 to a കൊടുക്കാം. പ്രവേഗമാറ്റം ബൈ സമയമാണ് ത്വരണം എന്ന് പറയുന്നത്. അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ v എന്ന് പറയുന്നത് 50 ആയിട്ട് എടുക്കാം, u എന്ന് പറയുന്നത് 0 ആയിട്ട് എടുക്കാം. അപ്പോൾ 50/4 4 വരെയുള്ള ആണല്ലോ പറഞ്ഞിട്ടുള്ളത്. 4 വരെയാണല്ലോ ആക്സലറേഷൻ വരണത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ടൈം വരുന്നത് 4 a എന്ന് പറയുന്ന പോയിന്റിലുള്ള ടൈം 4. അപ്പോൾ ഇവിടെ എന്ത് വരും 50/4 വരും. അപ്പോൾ അവിടെ ആക്സലറേഷൻ ഉണ്ട്, നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം അല്ലേ. ഇനി ഇവിടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് യൂണിഫോം വെലോസിറ്റിയാണ്. അതായത് സമപ്രവേഗമുള്ളത് ഏതിനാണെന്ന് നമുക്ക് ഗ്രാഫിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. 4 മുതൽ 8 വരെ ആ ഒരു സെക്കൻഡിലുള്ള പ്രവേഗം എന്ന് പറയുന്നത്, വെലോസിറ്റി എന്ന് പറയുന്നത് 50 ആണ് അല്ലേ. അതായത് 50 ഓരോ ടൈമിലും, അതായത് 4, 5, 6, 7, 8 ആ ഓരോ ടൈമിലുള്ള പ്രവേഗം എന്ന് പറയുന്നതൊക്കെ 50 തന്നെയാണ്. അപ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം യൂണിഫോം വെലോസിറ്റി സമപ്രവേഗം വരുന്നത് 4 മുതൽ 8 വരെയുള്ള ടൈമിലാണ് വരുന്നത്. അപ്പോൾ പ്രവേഗത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് AB ആണ് അല്ലേ. റീജിയൻ AB ആണ് യൂണിഫോം വെലോസിറ്റി വരുന്നത്. സമപ്രവേഗം വരുന്നത് AB. സി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഡിസലറേഷൻ ആണ്. അതായത് മന്ദീകരണം എന്ന് പറയുന്നത് നെഗറ്റീവ് ആക്സലറേഷൻ, നെഗറ്റീവ് ത്വരണത്തെയാണ് നമ്മൾ മന്ദീകരണം എന്ന് പറയുന്നത്. അതായത് റിട്ടാർഡേഷൻ എന്ന് പറയുന്നത് അത് B to C വരെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് രാത്രിയിലും വെളിച്ചം കുറവുള്ള സമയത്തും കാൽനട യാത്രക്കാർ കടുനിറത്തിലുള്ള വസ്ത്രങ്ങളൊന്നും ധരിക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്കറിയാം. ഇനിയിപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ യൂണിഫോം കടുനിറത്തിലുള്ള യൂണിഫോം തിരഞ്ഞെടുക്കാൻ സ്കൂളുകാർ തീരുമാനിക്കുകയാണ്, സ്കൂളിലെ അധികൃതർ തീരുമാനിക്കുകയാണ്. ഈ തീരുമാനത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? അതായത് റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉത്തരം ഏതാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ആൻസർ നോക്കാം. ഡാർക്ക് കളർ അബ്സോർബ്സ് ലൈറ്റ്. ഇരുണ്ട നിറം പ്രകാശത്തെ ആഗിരണം ചെയ്യുന്നു. So in dim light, dark colored dress cannot be seen properly. അതിനാൽ മങ്ങിയ വെളിച്ചത്തിൽ ഇരുണ്ട നിറമുള്ള വസ്ത്രം ശരിയായി കാണാൻ കഴിയില്ല. In rainy evening, due to the lack of proper light, it is difficult to see a person wearing dark colored dress. മഴയുള്ള വൈകുന്നേരങ്ങളിൽ ശരിയായ വെളിച്ചമില്ലാത്തതിനാൽ ഇരുണ്ട നിറമുള്ള വസ്ത്രം ധരിച്ച് ഒരാളെ കാണാൻ പ്രയാസമാണ്. ഇതുമൂലം അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇത്തരം സാഹചര്യങ്ങളിൽ കാൽനട യാത്രക്കാർ ഇരുണ്ട നിറമുള്ള വസ്ത്രം ധരിക്കുന്നത് സുരക്ഷിതമല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തുന്നത് എവിടെയാണ്? ഇറ്റ് ഈസ് ഡിഫിക്കൽട്ടി ടു സീ എ പേഴ്സൺ വെയറിങ് എ ഡാർക്ക് കളേർഡ് ഡ്രസ്. ദർ ഈസ് എ ചാൻസ് ഫോർ ആക്സിഡൻറ്റ്സ്. സോ ഇറ്റ് ഈസ് നോട്ട് സേഫ് ഫോർ പെഡസ്ട്രിയൻസ് to wear dark colored dress in these situations. In the figure given below, a child travels from P to S through Q, R and comes back straight to P. ഒരു കുട്ടി പിയിൽ നിന്നും യാത്ര തിരിച്ച് Q, R എന്നീ ഭാഗങ്ങളിലൂടെ എസ്സിലും തുടർന്ന് നേരെ പിയിൽ എത്തിയതും ചിത്രീകരിച്ചിരിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ വേഗം, പ്രവേഗം അതായത് സ്പീഡും വെലോസിറ്റിയും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേത് നമുക്ക് പറഞ്ഞിട്ടുള്ളത് Q വരെ എത്തുമ്പോൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആദ്യം കണ്ടെത്താനുള്ളത് സ്പീഡാണ്. അതായത് വേഗത ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, ദൂരം ബൈ സമയമാണ്. ഇവിടെ പിയിൽ നിന്നും Q വരെ സഞ്ചരിക്കാനെടുത്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 60ഉം അതിനെടുത്ത സമയം എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 60/10 6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി നമുക്ക് വെലോസിറ്റി പ്രവേഗം കണ്ടുപിടിക്കണം. ഇക്വേഷൻ വരുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്, സ്ഥാനാന്തരം ബൈ സമയം. അതായത് നേർരേഖ ദൂരം അല്ലേ. അപ്പോൾ പിയിൽ നിന്നും Q വരെയുള്ള നേർരേഖ ദൂരം എന്ന് പറയുന്നത് 60 ആണ്. അതിനടുത്ത സമയം എന്ന് പറയുന്നത് 10 ആണ്. 60/10 6 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി പ്രവേഗമായിട്ട് കിട്ടുന്നത്. അടുത്തത് കാണുള്ളത് 6 ആണ്. 6 വരെയുള്ളത്, 6 വരെയുള്ള സ്പീഡ് എന്ന് പറയുന്നത് 60 + 90 ആണ്. അപ്പോൾ എന്ത് വരും? 150 വരും. ടൈം എന്ന് പറയുന്നത് 10 + 15 25. അപ്പോൾ 150/25 = 6 മീറ്റർ പെർ സെക്കൻഡ്. ഇനി നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം. പ്രവേഗം എന്ന് പറയുന്നത് എത്ര വരും? 125 ആണ്. സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണല്ലോ. സ്ഥാനാന്തരം എന്ന് പറയുന്നത്, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 125 ആണ്. 125/25 വരും. അപ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി നമുക്ക് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് S ആണ്. സ്പീഡ് ദൂരം ഈക്വൽ ടു 60 + 90 + 54. ഇപ്പോൾ എന്ത് വരും? 204. ടൈം വരുന്നത് 10 + 15 + 9
34 വരും. 204/34 എന്ന് പറയുന്നത് 6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കണം. പ്രവേഗം എന്ന് പറയുന്നത് 136/16 8.5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി നമുക്ക് വീണ്ടും പറയുന്നത് തിരികെ പിയിലെത്തിയെന്നാണ് പറയുന്നത്. അതായത് സ്ട്രൈറ്റ് ലൈനായിട്ട് സഞ്ചരിച്ച് പിയിലെത്തി. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്പീഡ് കൂടി കണ്ടുപിടിക്കാം. സ്പീഡ് ദൂരം സീക്വൽ ടു 60 പ്ലസ് 90 പ്ലസ് 54 പ്ലസ് 136. അതായത് പിയിൽ നിന്നും ക്യൂവിലെത്തി, ആറിലെത്തി, എസ്സിലെത്തി, പിന്നെ സ്ട്രേറ്റ് ലൈൻ ആയിട്ടാണ് പിയിലേക്ക് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ എല്ലാ ദൂരങ്ങളും നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 340 കിട്ടും. അതേപോലെ എല്ലാ സമയവും ആഡ് ചെയ്യണം. അത് 50 കിട്ടും. അപ്പോൾ 340/50 6.8 കിട്ടുന്നത്. ഇനി നമുക്ക് വെലോസിറ്റി പ്രവേഗം കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് പറയാം പിയിൽ നിന്നും യാത്ര ആരംഭിച്ച് വീണ്ടും പിയിലേക്ക് തിരിച്ചെത്താണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെ സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 0 ആണ്. ടൈം എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ 0/50 എന്ന് പറഞ്ഞാൽ എത്ര വരും? 0 തന്നെ വരും. അപ്പോൾ ഈ വാല്യൂസൊക്കെ നിങ്ങൾ ടേബിളിലേക്ക് ഒന്ന് എടുത്ത് എഴുതിയാൽ മതി കേട്ടോ. ഇനി അത് വീണ്ടും പറഞ്ഞു ഉള്ള സമയം കൂടി ഞാൻ കളയുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻ. എ സ്റ്റോൺ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് വിത്ത് എ വെലോസിറ്റി ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ്. ഒരു കല്ല് 20 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ മുകളിലേക്ക് കുത്തനെ എറിയുന്നു. ഇവിടെ എ തന്നിട്ടുണ്ട് -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എ കണ്ടുപിടിക്കാനുള്ളത് എന്താ നമുക്ക്? വാട്ട് ഈസ് ദ മാക്സിമം ഹൈറ്റ് ദാറ്റ് ദ സ്റ്റോൺ ഹാസ് റീച്ച്ഡ്. ഈ കല്ല് പരമാവധി എത്ര ഉയരത്തിലെത്തും? അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് 20 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടു കൂടിയാണ്, അതായത് വെലോസിറ്റിയോട് കൂടിയാണ് കല്ലിന് മുകളിലേക്ക് എറിയുന്നത് അല്ലേ. അപ്പോൾ അവിടെ ഇനീഷ്യൽ വെലോസിറ്റി ആദ്യ പ്രവേഗം യു എന്ന് പറയുന്നത് നമുക്ക് 20 ആയിട്ട് എടുക്കാം. പിന്നെ ഇവിടെ എ തന്നിട്ടുണ്ട് -10 തന്നിട്ടുണ്ട്. അതായത് കല്ലിന് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂമി അതിനെ താഴേക്ക് പിടിച്ച് വലിക്കുന്നത് കൊണ്ട് ഭൂമിയുടെ ആകർഷണം താഴേക്കാണ് അല്ലേ. അപ്പോൾ ആ ആകർഷണത്തിന് എതിരായിട്ടാണ് കല്ല് ചലിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എ മൈനസ് ആയിട്ട് എടുക്കുന്നത്, കല്ല് മുകളിലേക്ക് ചലിക്കുന്നതുകൊണ്ട്. ഇനിയിപ്പോൾ കല്ല് താഴേക്കാണെന്നുണ്ടെങ്കിൽ ഈ എ എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് വരും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് -10 ആണ്. ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ളത് മാക്സിമം ഹൈറ്റ് നമുക്കറിയില്ല. അതായത് മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ ആ കല്ല് കുറച്ച് നേരം നിന്നതിന് ശേഷമായിരിക്കും പിന്നെ താഴേക്ക് വരുന്നത് അല്ലേ. അപ്പോൾ വി എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. 0 ആയിട്ട് എടുക്കാം നമുക്ക് ഫൈനൽ വെലോസിറ്റി. അതായത് അന്ത്യപ്രവേഗം വി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് ആ കല്ല് മാക്സിമം എത്ര ഹൈറ്റിലെത്തും, അതായത് ആ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇക്വേഷൻ വരുന്നത് v² = u² + 2as. ഇവിടെ വി എന്ന് പറയുന്നത് 0 ആണ്, യു എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ 20 × 20 u² ആയതുകൊണ്ട് പ്ലസ് 2 × എ എന്ന് പറയുന്നത് -10 ആണ് ഇൻറ്റു എസ് നമുക്കറിയില്ല. അപ്പോൾ എസ് അങ്ങനെ തന്നെ എഴുതി. അതിനുശേഷം 20 × 20 400 ആണ് വരുന്നത്. പ്ലസ് 2 × -10 എന്ന് പറഞ്ഞാൽ -20 എസ്. ഇനി റൈറ്റ് സൈഡിലുള്ള -20 ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നപ്പോൾ ആ മൈനസ് സൈൻ പോയി അല്ലേ. അതായത് 20s = 400 വന്നു. s = 400/20 വരുമ്പോൾ എന്ത് വരും? 20 മീറ്റർ ആണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് 20 മീറ്റർ ആണ്. ഇനി നമുക്ക് ഈ 20 മീറ്റർ എത്താൻ വേണ്ടിയിട്ട് എത്ര സമയം എടുത്തു എന്ന് നമുക്കറിയില്ല. ഇവിടെ ബി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഈ കല്ല് എറിഞ്ഞു കഴിയുമ്പോൾ 3 സെക്കൻഡിനുള്ളിൽ എത്ര ദൂരം സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ ഈ കല്ല് മാക്സിമം സഞ്ചരിച്ചിരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് 20 മീറ്റർ ആണ്. ആ 20 മീറ്റർ സഞ്ചരിക്കാൻ വേണ്ടി എത്ര സമയം എടുത്തു എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് ആ 20 മീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം എടുത്തു എന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. v = u + at. v എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്, u എന്ന് പറയുന്നത് 20 ആണ്, പ്ലസ് എ എന്ന് പറഞ്ഞാൽ -10 × t. 0 = 20 + -10t. റൈറ്റ് സൈഡിലുള്ള -10നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ 10t = 20. അപ്പോൾ t = എന്ത് വരും? 20/10 = 2 സെക്കൻഡ്. അപ്പോൾ ഈ കല്ല് 2 സെക്കൻഡ് കൊണ്ടാണ് മാക്സിമം ഹൈറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് 20 മീറ്റർ ദൂരം ഈ കല്ല് 2 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ചു. മനസ്സിലായല്ലോ? ബി ക്വസ്റ്റ്യൻ കാണാനുള്ളത് ഈ കല്ല് 3 സെക്കൻഡിനുള്ളിൽ എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ്. ഇവിടെ 2 സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ ദൂരം സഞ്ചരിച്ചു. ഇനി അടുത്ത 1 സെക്കൻഡും കൂടി ഉണ്ട് അല്ലേ. 3 സെക്കൻഡിനുള്ളിൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി അടുത്ത 1 സെക്കൻഡ് എന്ന് പറയുന്നത് ആ കല്ല് താഴേക്കായിരിക്കും സഞ്ചരിക്കുക അല്ലേ. അത് എത്ര ഡിസ്റ്റൻസ് എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അതായത് നമുക്ക് സമയം t എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആയിട്ട് എടുക്കാം. ഇക്വേഷൻ നമുക്ക് s = ut + ½ at² എടുക്കാം. u എന്ന് പറയുന്നത് 0 ആണ്, t എന്ന് പറയുന്നത് 1 ആണ്, പ്ലസ് ½ × എ എന്ന് പറയുന്നത് ഇവിടെ 10 ആണ്. ഇവിടെ പോസിറ്റീവ് 10 ആയിട്ടാണ് എടുക്കുന്നത്. കാരണം കല്ല് മുകളിൽ നിന്നും താഴേക്കാണ് വരുന്നത് അല്ലേ. ഭൂമി പിടിച്ച് വലിക്കുന്ന ആ ഒരു ഡയറക്ഷനിലേക്ക് തന്നെയാണ് കല്ലിൻ്റെ ചലനം. അതുകൊണ്ട് ഇവിടെ എ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് 10 × t എന്ന് പറയുന്നത് 1 ആണല്ലോ, 1² അപ്പോൾ 0 + ½ × 10
2ഉം 10ഉം 5 പ്രാവശ്യം ക്യാൻസൽ വെട്ടിപ്പോവും അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 5 മീറ്റർ ആണ്. അപ്പോൾ 1 സെക്കൻഡ് കൊണ്ട് കല്ല് സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? മുകളിലേക്ക് അത് 20 സഞ്ചരിച്ചു 2 സെക്കൻഡ് കൊണ്ട്. പിന്നെ 1 സെക്കൻഡ് താഴേക്ക് 5 മീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ മൊത്തം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 25 മീറ്റർ ആണ്. ഇനി നമുക്ക് സി ക്വസ്റ്റ്യൻ കൂടി നോക്കാം. പുറപ്പെട്ട് 3 സെക്കൻഡ് കഴിയുമ്പോൾ ഈ കല്ല് തറയിൽ നിന്നും എത്ര ഉയരത്തിലായിരിക്കും? അപ്പോൾ നമുക്ക് ആ ഒരു ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 3 സെക്കൻഡ് കഴിയുമ്പോൾ ഈ കല്ലിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം നമുക്ക്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു 25 മീറ്റർ ആണെന്നല്ലേ. അപ്പോൾ നമുക്കിനി 3 സെക്കൻഡിൽ ആ കല്ല് തറയിൽ നിന്നും എത്ര ഉയരത്തിലാണെന്ന് കണ്ടുപിടിക്കണം. ആകെ ഹൈറ്റ് എന്ന് പറയുന്നത് 20ഉം അതേപോലെ തന്നെ മുകളിൽ നിന്നും താഴേക്ക് 1 സെക്കൻഡിൽ സഞ്ചരിച്ചത് 5 മീറ്റർ ആണ് അല്ലേ. അപ്പോൾ 20 - 5 എന്ന് പറയുമ്പോൾ 15 മീറ്റർ ആണ് തറയിൽ നിന്നുള്ള ഉയരം എന്ന് പറയുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻ. എൻ ഓബ്ജെക്റ്റ് ഈസ് മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് 40 മീറ്റർ പെർ സെക്കൻഡ് ഇഫ് ഇറ്റ് ഈസ് ഗിവൺ എ ഡിസലറേഷൻ ഓഫ് 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഒരു വസ്തു 40 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്നു. ഇതിന് 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മന്ദീകരണം നൽകിയാൽ ഈ വസ്തു നിശ്ചലമാവാൻ എത്ര സമയമെടുക്കും? ഇനീഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്നത് 40 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആദ്യ പ്രവേഗം യു 40 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എ തന്നിട്ടുള്ളത് -8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. വി എന്ന് പറയുന്നത് 0 ആണ്. ഇനി ടി ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇക്വേഷൻ വരുന്നത് വി = യു + AT. യു എന്ന് പറയുന്നത് 40 പ്ലസ് എ എന്ന് പറയുന്നത് -8 × ടി. അപ്പോൾ നമുക്ക് എന്ത് വരും? 0 = 40 - 8 × ടി. -8t എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നപ്പോൾ മൈനസ് സൈൻ പോയി. 8t = 40. അപ്പോൾ t = 40/8 = 5 സെക്കൻഡ് ആണ് ടൈം കിട്ടുന്നത്. ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ ദിസ് ടൈം? ഇത്രയും സമയം കൊണ്ട് വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം എത്ര? അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാം. S = ut + ½ AT². യു എന്ന് പറയുന്നത് 40 × 5 അത് ബ്രാക്കറ്റിനുള്ളിൽ കൊടുത്തു പ്ലസ് ½ × 8 എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് -8 ആണ്. അപ്പോൾ -8 × ടി എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 5² ആണല്ലേ. അപ്പോൾ 5 × 5 2ഉം 8ഉം കൂടി -4 നമുക്ക് എഴുതാം. ക്യാൻസൽ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ വരുന്നത് 200 പ്ലസ് -4 × 5 × 5 -4 × 5 × 5 എന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പോൾ 200 - 100 = 100 മീറ്റർ ആണ് ഇവിടെ വരുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ. എൻ ഓബ്ജെക്റ്റ് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ്. 20 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുന്നു. ദിസ് ഓബ്ജെക്റ്റ് ഈസ് ഗിവൺ ആൻ ആക്സലറേഷൻ ഓഫ് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഈ വസ്തുവിന് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം നൽകുന്നു. വാട്ട് ഈസ് ദ വെലോസിറ്റി വെൻ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 120 മീറ്റർ? സ്ഥാനാന്തരം 120 മീറ്റർ ആകുന്ന അവസരത്തിലെ പ്രവേഗം എത്ര? യു ഇവിടെ തന്നിട്ടുള്ളത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എ തന്നിട്ടുള്ളത് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എസ് തന്നിട്ടുള്ളത് 120 മീറ്റർ. വി ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇക്വേഷൻ വരുന്നത് v² = u² + 2as. അപ്പോൾ v² = u² എന്ന് പറഞ്ഞാൽ 20 ആണ് അല്ല 20 × 20 പ്ലസ് 2 × 5 × 120. 20 × 20 എന്ന് പറഞ്ഞാൽ 400 ആണ്. പ്ലസ് 2 × 5 × 120 എന്ന് പറഞ്ഞാൽ 1200 വരും. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 1600 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് v² ആണ്. നമുക്ക് കാണേണ്ടത് v ആണ് അല്ലേ. അപ്പോൾ v = √1600. അപ്പോൾ എന്ത് വരും? 40 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി കിട്ടും നമുക്ക്. 15ാമത്തെ ക്വസ്റ്റ്യൻ. എ ബുള്ളറ്റ് ട്രാവലിംഗ് വിത്ത് എ വെലോസിറ്റി ഓഫ് 60 മീറ്റർ പെർ സെക്കൻഡ് കംസ് ടു റെസ്റ്റ് ആഫ്റ്റർ പെനിട്രേറ്റിംഗ് 2 സെൻറ്റിമീറ്റർ ഇൻറ്റു എ വുഡൻ ബ്ലോക്ക്. 60 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിച്ച വെടിയുണ്ട ഒരു മരത്തിനടിയിൽ 2 സെൻറ്റിമീറ്റർ തുളച്ചു കയറിയപ്പോൾ നിശ്ചലമായി. ഈ വെടിയുണ്ടയുടെ ത്വരണം എത്ര? മന്ദീകരണം എത്ര? വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ദിസ് ബുള്ളറ്റ്? ഹൗ മച്ച് ഈസ് ഇറ്റ്സ് ഡിസലറേഷൻ? ഇവിടെ ആദ്യ പ്രവേഗം ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 60 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു മരക്കഷ്ണത്തിലേക്ക് 2 സെൻറ്റിമീറ്റർ തുളച്ച് കയറിയ ശേഷം നിശ്ചലമാകുന്നതാണ് അല്ലെ. നിശ്ചലമാകുന്നതുകൊണ്ട് ഇവിടെ വി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 2 സെൻറ്റിമീറ്റർ ആണ് അത് തുളച്ച് കയറുന്നത്. അതാണ് എസ് തന്നിരിക്കുന്നത്. അപ്പോൾ സെൻറ്റിമീറ്ററിലായതുകൊണ്ട് നമുക്കതിനെ മീറ്ററിലേക്ക് ആക്കണം. അപ്പോൾ /100 ചെയ്യാം. അപ്പോൾ 2/100 എന്ന് പറഞ്ഞാൽ 0.02 മീറ്റർ ആണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ എ കണ്ടുപിടിക്കണം. എ കാണാൻ വേണ്ടിയിട്ട് നമ്മളുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് v² = u² + 2as. വി എന്ന് പറയുന്നത്
0 ആണ്. 0 സീക്വൽ ടു യു എന്ന് പറയുന്നത് 60 അപ്പോൾ 60 ഇൻറ്റു 60 3600 വരും. പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു എസ് എന്ന് പറയുന്നത് 0.02 ആണ് അല്ലേ. അപ്പോൾ 3600 പ്ലസ് 0.04 എ വരും. അപ്പോൾ റൈറ്റ് സൈഡിലുള്ള 0.04 എനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നപ്പോൾ മൈനസ് 0.04 എ ആണ് സീക്വൽ ടു 3600. അപ്പോൾ മൈനസ് എ സീക്വൽ ടു 3600/0.04 ഇതിനെ ഡിവൈഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ 0.04 ആണ് അല്ലേ, 2 സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ്. അപ്പോൾ നമുക്ക് 100 കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കാം. അത് 3600 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 0.04 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് വരും 3,60,000 വരും ഡിവൈഡഡ് ബൈ 4. അപ്പോൾ അതിനെ നമുക്ക് 4 കൊണ്ട് ഹരിക്കുമ്പോൾ 90,000 ആണ് ആൻസർ വരുന്നത്. അതായത് മൈനസ് എ എന്ന് പറയുന്നത് 90,000 ആണ്. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ എ എന്ന് പറയുന്നത് അപ്പോൾ എന്ത് വരും, -90,000 ആണ് വരുന്നത്. ഡിസലറേഷൻ എഴുതുമ്പോൾ മൈനസ് സൈൻ്റെ ആവശ്യമില്ല, മന്ദീകരണം എഴുതുമ്പോൾ നമ്മൾ മൈനസ് സൈൻ എഴുതാറില്ലല്ലോ. അപ്പോൾ നമുക്കിവിടെ ആൻസർ ആയിട്ട് 90,000 മീറ്റർ/സെക്കൻഡ് എന്ന് എഴുതാം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു വസ്തുവിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് വാല്യൂസ് കൂടെ തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് ഒരു ഗ്രാഫ് വരയ്ക്കുക. അതിനുശേഷം തന്നിരിക്കുന്ന ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഗ്രാഫ് ഒന്ന് വരയ്ക്കാം. സ്കെയിൽ എഴുതാം. എക്സ് ആക്സിൽ 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 5 സെക്കൻഡ്, y ആക്സിസിൽ 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 5 മീറ്റർ/സെക്കൻഡ്. ഇനി എക്സ് ആക്സിൽ നമുക്ക് സമയവും അതേപോലെ തന്നെ y ആക്സിസിൽ വെലോസിറ്റി അടയാളപ്പെടുത്താം. അപ്പോൾ ഇവിടെ എക്സ് ആക്സിൽ 5, 10, 15, 20 എന്നും അതേപോലെ തന്നെ y ആക്സിൽ 5, 10, 15, 20 എന്നും അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. സമയം 0 ആവുമ്പോൾ പ്രവേഗം എന്ന് പറയുന്നത് വെലോസിറ്റി എന്ന് പറയുന്നത് 20 ആണ്. അത് അടയാളപ്പെടുത്താം. സമയം 5 ആവുമ്പോൾ പ്രവേഗം 25 അടയാളപ്പെടുത്തുക. അതേപോലെ തന്നെ 10 ആവുമ്പോൾ 30, 15 ആകുമ്പോൾ 30, പിന്നെ അതുപോലെ 20 ആകുമ്പോൾ 30, 25 ആകുമ്പോൾ 25, 30 ആകുമ്പോൾ സമയം 30 ആകുമ്പോൾ പ്രവേഗം 20 അടയാളപ്പെടുത്തുക. കിട്ടിയിട്ടുള്ള പോയിന്റുകളെല്ലാം യോജിപ്പിച്ച് വരയ്ക്കുക. ഇനി നമുക്ക് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ ചെയ്താം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വിച്ച് ഈസ് ദ ടൈം ഇൻ്റർവെൽ വിത്ത് നോ ആക്സിലറേഷൻ, ത്വരണമില്ലാത്ത സമയ ഇടവേള ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ചിത്രത്തിൽ ബി തുടങ്ങി സി വരെ, അതായത് സമയം 10 തുടങ്ങി 20 സെക്കൻഡ് വരെയാണ് അവിടെ ത്വരണമില്ലാത്തത്. ആ ഒരു ഭാഗത്ത് പ്രവേഗമാറ്റം ഇല്ല. ആ ഭാഗത്തുള്ള പ്രവേഗം എന്ന് പറയുന്നത് 30 വന്നിരിക്കുന്നത് അല്ലേ. അതായത് 10ലും അതേപോലെ തന്നെ 15ലും 20ലും 30 വന്നിരിക്കുന്നത്. പ്രവേഗമാറ്റം ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ ത്വരണമില്ലാത്തത് കേട്ടോ, ആക്സിലറേഷൻ ഇല്ലാത്തത്, അതായത് വെലോസിറ്റി ചേഞ്ച് ഇല്ലാത്തത് കൊണ്ട്. ബി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വിച്ച് ഈസ് ദ ടൈം ഇൻ്റർവെൽ വിത്ത് ഡിസലറേഷൻ, മന്ദീകരണം ഉണ്ടായിരുന്ന സമയ ഇടവേള ഏത്. അതായത് താഴേക്കുള്ള പോയിന്റുകൾ വരുമ്പോഴാണ് അവിടെ മന്ദീകരണം, അതായത് റിട്ടാർഡേഷൻ ഉണ്ടാവുന്നത് അല്ലേ. നെഗറ്റീവ് ആക്സിലറേഷൻ, അതായത് നെഗറ്റീവ് ത്വരണത്തെയാണ് നമ്മൾ റിട്ടാർഡേഷൻ, മന്ദീകരണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. സി മുതൽ ഡി വരെയാണ് ആ ഒരു പോയിന്റ് വരുന്നത് അല്ലേ. അതായത് ആ സമയ ഇടവേള എന്ന് പറയുന്നത് എത്രയാണ്, 20 മുതൽ 30 വരെ. പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദിസ് ഓബ്ജക്റ്റ് ഇൻ 30 സെക്കൻഡ്, ഈ വസ്തുവിന് 30 സെക്കൻഡിലുണ്ടായ സ്ഥാനാന്തരം കണക്കാക്കുക. ആ ഗ്രാഫിനുള്ളിലുള്ള ആ ഒരു പിക്ചർ ഞാൻ റഫായിട്ട് വരച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഇത് 2 ട്രപ്പീസിയം ഉണ്ട്, ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, അതായത് 2 ലംബകവും ഉണ്ട്, ഒരു ചതുരവും ഉണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി, പരപ്പളവ് കണ്ടുപിടിക്കുക, എല്ലാം കൂടി കൂട്ടാം. അപ്പോൾ ഇവിടെ ആദ്യത്തെ വന്നിരിക്കുന്നത് ഏരിയ ഓഫ് ദ ട്രപ്പീസിയം ABGH പ്ലസ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ BCFG പ്ലസ് ഏരിയ ഓഫ് ട്രപ്പീസിയം FCDE. അതായത് സ്ഥാനാന്തരം ഈക്വൽ ടു ലംബകം ABGHൻ്റെ പരപ്പളവ് പ്ലസ് ചതുരം BCFGയുടെ പരപ്പളവ് പ്ലസ് ലംബകം FCDയുടെ പരപ്പളവ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇക്വേഷൻ എന്ന് പറയുന്നത് ½ A+B × H പ്ലസ് ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത്, അതായത് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, പ്ലസ് ട്രപ്പേസിയത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ½ A+B × H. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വാല്യൂസ് ഒക്കെ ആഡ് ചെയ്യാം. ½ A+B എന്ന് പറയുന്നത് 20 + 30 × H എന്ന് പറയുന്നത് 10, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 30 × 10 പ്ലസ് ½ × 20 + 30 × 10. അപ്പോൾ ഇവിടെ ½ ബ്രാക്കറ്റിനുള്ള 30 + 20 അത് 50 വരും × 10 പ്ലസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ചെയ്യുമ്പോൾ 300 കിട്ടുന്നത്, പ്ലസ് ½ × 50 × 10, അതിൽ 10ഉം 2ഉം കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ 5 കിട്ടും. അപ്പോൾ 50 × 5 250 പ്ലസ് 300 പ്ലസ് 250 എല്ലാം കൂടിയും ആഡ് ചെയ്യുമ്പോൾ 800 മീറ്ററാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുന്നത്, സ്ഥാനാന്തരം. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ 2 കാറുകളുടെ ചലനവുമായി ബന്ധപ്പെട്ട് വെലോസിറ്റി ടൈം ഗ്രാഫാണ് തന്നിട്ടുള്ളത്.
വിച്ച് കാർ സ്റ്റാർട്ടഡ് ഫസ്റ്റ്? ഏത് കാറാണ് ആദ്യം യാത്ര തിരിച്ചത് എന്ന്. ഗ്രാഫ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കാർ എ 0 നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാർ ബി എന്ന് പറയുന്നത് 8ാമത്തെ സെക്കൻഡിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ കാർ എ ആണ് ആദ്യം യാത്ര പുറപ്പെട്ടത്. ഹൗ മച്ച് ടൈം ഡിഡ് ഈച്ച് കാർ ടേക്ക് ടു അറ്റൈൻ ദി സെയിം സ്പീഡ്? രണ്ട് കാറുകൾക്കും ഒരേ പ്രവേഗം എത്താൻ അല്ലെങ്കിൽ സെയിം സ്പീഡിലെത്താൻ എത്ര സമയം വീതം എടുത്തു എന്ന്. തന്നിരിക്കുന്ന ആ രണ്ട് ലൈനുകൾ കൂട്ടിമുട്ടിരിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് 14 സെക്കൻഡ് എത്തുമ്പോഴാണ്. അപ്പോൾ നമുക്ക് പറയാം ആ 14 സെക്കൻഡിലാണ് ആ രണ്ട് കാറുകളുടെയും സ്പീഡ് ഒരേപോലെ ആവുന്നത്. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഏത് കാറിനാണ് കൂടുതൽ ആക്സിലറേഷൻ ഉള്ളതെന്ന്, ത്വരണം കൂടുതൽ ഏത് കാറിനാണെന്ന്. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും കാറ് ബിക്കാണ് ആക്സിലറേഷൻ കൂടുതൽ. അതായത് ആ കാർ ബിയുടെ ആ ഒരു പോയിന്റുകളാണ് കാർ എയിനേക്കാളും കൂടുതലായിട്ട് വന്നിരിക്കുന്നത് അല്ലേ, മുകളിലേക്ക് വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഏത് കാറിനാണ് കൂടുതൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന്, അതായത് സ്ഥാനാന്തരം കൂടുതൽ ഏത് കാറിനാണ് എന്ന്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈമാണ് അല്ലെ, പ്രവേഗം ഇൻറ്റു സമയമാണ്. ഇവിടെ കാറ് ബി സഞ്ചരിച്ചിട്ടുള്ളത് ഏകദേശം 20 സെക്കൻഡ് വരെ സഞ്ചരിച്ചിട്ടുള്ളൂ. കാറ് എ ആണെന്നുണ്ടെങ്കിലോ 24 സെക്കൻഡ് വരെ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ദൂരം സഞ്ചരിച്ചിട്ടുള്ളത് കാറ് എ ആണ്. അപ്പോൾ ഡി ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് കൂടുതൽ ഡിസ്പ്ലേസ്മെന്റ് വന്നിട്ടുള്ളത് കാർ എക്കാണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റിനോട് കൂടി ഈ ഒരു ചാപ്റ്ററിലെ വിലയിരുത്താൻ എന്ന് പറയുന്ന ഭാഗം അവസാനിച്ചു. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്യാം.